ഏത് കുക്കിംഗ് അറിയാത്ത ആര് ഉണ്ടാക്കിയാലും അടിപൊളി ടേസ്റ്റ് കിട്ടുന്ന ഒരു റെസിപ്പി ആട്ടത്. അപ്പോൾ കിട്ടുന്ന സാധനമാണ്. അവിടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്കണേ. ഈ ഒരു ലെവലിൽ കിട്ടണം നമുക്ക് അവസാനം. നമ്മൾ വേണമെങ്കിൽ ചിക്കൻ പൊരിച്ചതെന്നൊക്കെ വേണമെങ്കിലോ, പൊരിച്ചതൊന്നല്ലത് വെളിച്ചെണ്ണയൊന്നും ചേർക്കാണ്ട് വേറൊരു പരിപാടി. അത് മക്കളെ അവസാനം ആ പാത്രത്തിൽ ഉണ്ടാക്കിയ പാത്രത്തിൽ ആ ചോറ് ഇങ്ങനെ ഇട്ടിട്ട് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. കാരണം അതിൽ നമ്മളധികം മസാലകളൊന്നും ചേർക്കാതെ ഒരു പ്രിപ്പറേഷനാണ് എൻ്റെ പരിപാടി. അപ്പോൾ ഞാനിതൊന്ന് അങ്ങോട്ട് കഴിച്ച് തീർക്കട്ടെ. നമ്മൾ പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകട്ടോ. അധികം ഐറ്റംസ് ഒന്നുമില്ല. ഈ കാണുന്ന ഐറ്റംസ് പച്ചമുളക് വേണം, ഇഞ്ചി വേണം, വെളുത്തുള്ളി വേണം, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി. അപ്പോൾ ഞാൻ ചേർത്ത് നല്ല കാന്താരി മുളക് ഉള്ളതുകൊണ്ട് അതാണ് കാന്താരി മുളകിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ അത് എല്ലാം കൂടി ഒന്ന് നന്നായി ഇങ്ങനെ ചതച്ച് വെക്കുക. മിക്സിയിലൊന്നും അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി അത് നന്നായിട്ട് അതേപോലെ ഒന്ന് ഇടിച്ച് സെറ്റാക്കിയിട്ട് നേരെ നമ്മളെ ചിക്കനിലേക്ക്. ഏകദേശം 1 കിലോ ബ്രോയിലർ ചിക്കനാണുള്ളത്. അതിലേക്ക് ഇത്രയും കുറച്ചും കൂടി ചെറിയ ഉള്ളി വേണം. വീട്ടിൽ സ്റ്റോക്ക് കുറവായതുകൊണ്ട് അത്രയായിപ്പോയി. പിന്നെ പൊടികൾ പറഞ്ഞാൽ ഈ ഒരു സാധനം മാത്രം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കൂടുതലും മുളക് പൊടിയല്ല, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ കറിവേപ്പിലയും ചേർക്കുക. വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് അത് തിരുമ്മി അങ്ങോട്ട് പിടിപ്പിക്കുക. കാരണം ഇതിൽ നമ്മൾ വേറെ മസാലയോ ഫ്ലേവറിങ്ങുള്ള സാധനങ്ങളൊന്നും നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്നില്ല. ചിക്കൻ്റെ ഫ്ലേവർ ഓവറായിട്ട് മുകളിൽ വരാതിരിക്കാനാണ് നമ്മൾ ആ പെപ്പറും ഒക്കെ ചേർത്ത് അതിൽ നമ്മളത് വരട്ടിയെടുക്കാൻ പോവുകയാണ്. നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കുക. എന്നിട്ട് അതവിടെ മൂടി വെച്ചേക്കുക. കുറച്ച് നേരം വെക്കുക. ഇപ്പോൾ ഒരു ഓവർനൈറ്റൊക്കെ വെക്കുകയാണെങ്കിൽ നന്നാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്തായാലും ഇപ്പോൾ കുറച്ച് നേരം എനിക്ക് ഒരു സ്ഥലത്ത് പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ മിക്സ് ആക്കിയിട്ട് അവിടെ വെച്ചേക്കാം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നിന്നിട്ട് അവിടെ മൂടി വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോഴേ ഏകദേശം 1 മണിക്കൂറിന് മുകളിലായിട്ടുണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച ചിക്കൻ. വയലുണ്ട് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നത് ചിക്കൻ അങ്ങനെ വെച്ചപ്പം വന്നതാണ്. ഇനി നമ്മൾ നേരെ അടുപ്പത്ത് കയറ്റുക. ചെറിയ തീയിലാണ് ഇതിൻ്റെ പരിപാടി. ശരിക്കും ഇതൊക്കെ നാടൻ കോഴിയിൽ സമയം എടുത്തുണ്ടാക്കുന്ന പരിപാടിയാണ്. പക്ഷെ നമ്മളിപ്പം ബ്രോയിലറിലാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ തീയിൽ അടുപ്പത്ത് അവിടെ മൂടി വെച്ചിട്ട് ആ ആവി കിടന്നിട്ട് വേണമേ. നല്ല അടികട്ടിയുള്ള പാത്രമൊക്കെ ഉണ്ട്. ഒരു തുള്ളി വെള്ളം നമ്മൾ ഇതിൽ ചേർക്കണ്ട. ഇതിൽ കുറച്ച് ഞാൻ ചേർക്കും. കാരണം അലുമിനിയം പാത്രം അടികട്ടിയില്ലാത്ത പാത്രമാണ്. കുറച്ച് ഞാൻ ചേർക്കും. അപ്പോൾ ഒന്ന് ചൂടായി ആവിയൊക്കെ വന്ന് തുടങ്ങിയാൽ ഒരല്പം വെള്ളം ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കണ്ട. ഇപ്പോൾ നമ്മൾ സാറിന് നോൺ സ്റ്റിക്ക് ആണെങ്കിലോ ഇനിയിപ്പോൾ നല്ല അടികട്ടിയുള്ള പഴയ ചെമ്പിൻ്റെ അതൊക്കെ ഇല്ല, അതൊക്കെയാണെങ്കിൽ നമ്മൾ വെള്ളം ഒരു തുള്ളി ഒഴിക്കേണ്ട. പക്ഷേ ഇതിൽ ഞാൻ കുറച്ച് വെള്ളം കാരണം ബ്രോയിലർ ആകുമ്പോൾ പെട്ടെന്ന് അടി പിടിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. കാരണം പെട്ടെന്ന് വേവല്ലോ. അപ്പോൾ ഒരു തുള്ളി വെള്ളം ചേർത്തിട്ട് അവിടെ മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ വേണം അത് വേവിച്ചെടുക്കാൻ. നമുക്ക് തുറന്നു നോക്കാം അല്ലേ. കുറച്ച് സമയം കേട്ടോ. ഇത്രയും വെള്ളം ചിക്കനിന് വന്നതാണ്. ഞാൻ ഒഴിച്ചു വന്നില്ല. നമ്മൾ ഒരു തുള്ളി വെള്ളം നേരത്തെ ഒഴിച്ച് കണ്ടിട്ടുണ്ടല്ലോ. ഇതാ ചിക്കനും പിന്നെ ആവി എല്ലാം കൂടിയുള്ള വെള്ളം ഇതിൽ കിടന്ന്. ബ്രോയിലർ ആയതുകൊണ്ട് ഇപ്പോൾ ഓൾറെഡി വെന്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയല്ല നമ്മൾ കഴിക്കാൻ പോകുന്നത്. ഇത് നന്നായിട്ട് അങ്ങോട്ട് ഇപ്പോൾ ചിക്കൻ വെന്തുണ്ടോ നോക്കുക. ഇനി നന്നായിട്ട് വെന്തുണ്ടെങ്കിൽ നല്ല തീ അങ്ങോട്ട് കൂട്ടിയിട്ട് അങ്ങോട്ട് വറ്റിച്ച് കളയാം. ഇത്രയും പണിയുള്ളൂ. വേറെ ഇനിയിപ്പോൾ ശരിക്ക് ഒരു ഗ്രേവി കോട്ടിങ് വേണമെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലും കുറച്ച് പച്ചമല്ലിയൊക്കെ ചേർത്ത് കൊടുത്താൽ ഒരു ഗ്രേവി കോട്ടിങ് കിട്ടും. നമുക്ക് അത്ര വേണ്ടാത്തതിനോടൊരു ചിക്കൻ പൊരിച്ച ടെക്സ്ചറില്ല. ആ ലെവലിലാണ് ഇതാക്കി എടുക്കാൻ പോകുന്നത്. അതിലേക്ക് കുറച്ച് പെപ്പർ, കുരുമുളക് പൊടി എന്തായാലും വേണം. അതിൽ എരിവ് വേണമല്ലോ. അതും ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത്. ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാൻ ആദ്യം ചേർത്ത് റെഡി ആയിരുന്നു, അത് മതി. പിന്നെ കറിവേപ്പിലയും ചേർക്കുക. ഇതിലൊന്ന് ഇളക്കി മിക്സ് ആക്കി ആ കാണുന്ന വെള്ളം കൂടി ഒന്ന് വറ്റിച്ചെടുത്താൽ നമ്മളെ സാധനം റെഡി. നമ്മൾ ഒരു പൊള്ളിച്ച ലെവലിലൊക്കെ ഇങ്ങനെ കഴിക്കാൻ പറ്റുന്ന നല്ല ചൂടോടുകൂടി നല്ല ടേസ്റ്റ് ഉണ്ട്. അതാണ് ഈ ഒരു മസാല വരുന്നില്ല. ഞാൻ പറഞ്ഞ തേങ്ങാപ്പാലോ ഒക്കെ ചേർത്താൽ കുറച്ചും കൂടി ഗ്രേവി ആണെങ്കിൽ വരുന്നത്. അപ്പോൾ വേറൊരു ടേസ്റ്റിലേക്ക് അത് പോവും അല്ലേ. നന്നായിട്ട് ഒരു വറ്റിച്ച് വരട്ടി തിക്കാക്കി എടുക്കുക. അവസാനം വേണമെങ്കിൽ ഒരു തുള്ളി പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്താൽ ഒരു ഫ്ലേവർ ആ ടേസ്റ്റ് കിട്ടും. ലാസ്റ്റ് കിട്ടും. നമ്മൾ തീ ഓഫാക്കി ആ സമയത്ത് ഒരു പച്ച വെളിച്ചെണ്ണ വേണമെങ്കിൽ കുറച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയും പണിയുള്ളൂ. കണ്ടില്ലേ. നമ്മളെ പണിയൊക്കെ കഴിഞ്ഞ് തീയൊക്കെ ഓഫാക്കി ഒന്ന് ചൂട് തണിഞ്ഞൊരു സ്റ്റേജാണ് ഇത് കാണുന്നത്. ഈ ഒരു ലെവലിൽ നമുക്ക് കഴിക്കാം. അപ്പോഴേ ഞാൻ ആ ചിക്കൻ അങ്ങോട്ട് മാറ്റിയിട്ട് ഈ പാത്രത്തിൽ വടിച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഈ ഒരു സാധനത്തിന് കുറച്ച് ചോറെടുക്കുക. നന്നായിട്ട് അങ്ങോട്ട് കുഴച്ച് മിക്സ് ആക്കിയിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കേണ്ടി. അവളെ ഇതേപോലത്തെ റെസിപ്പീസൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളി. ഒന്നുണ്ടാക്കി തരാൻ വരെ വീട്ടിൽ നിന്ന്. ഓക്കെ, അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. കാരണം നമുക്ക് ഇതിൽ വേറെ ഒന്നും ചേർക്കാനോ അങ്ങനെ പ്രത്യേക റെസിപ്പി ഒന്നുമല്ല. ഒരു പ്രത്യേക ഫ്ലേവറുള്ള സാധനം. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.